എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025 പ്രവേശന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഏപ്രിൽ 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെ വിവിധ ദിവസങ്ങളായിട്ടാണ് എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു എഞ്ചിനീയറിംഗിനും അതുപോലെ തന്നെ ഫാർമസിക്കും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ രണ്ട് പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എഞ്ചിനീയറിംഗിന് ഒരു ദിവസമാണ് പരീക്ഷ. അതിൻ്റെ ടൈം ടേബിൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഫാർമസിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് പരീക്ഷ. അതുകൊണ്ട് തന്നെ ഫാർമസിയുടെ ഈ ഒരു ടൈം ടേബിളും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസത്തെ ആ ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങളുടെ ആ ഒരു അഡ്മിറ്റ് കാർഡിൽ കാണാം. അപ്പോൾ വിദ്യാർത്ഥികൾ 2 ദിവസം അഡ്മിറ്റ് കാർഡിൽ ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 ദിവസം പോയിട്ട് പരീക്ഷ എഴുതേണ്ടതാണ്. എഞ്ചിനീയറിംഗിൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്കും ഫാർമസിയുടെ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റിലേക്കും നിങ്ങളെ പരിഗണിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു പരീക്ഷ നിങ്ങൾ എഴുതാതിരിക്കുകയാണെങ്കിൽ ഏത് പരീക്ഷയാണോ നിങ്ങൾ എഴുതാതിരുന്നത് അതിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് മാത്രമേ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗിനും അതുപോലെ ഫാർമസിക്കും ഇവ രണ്ടിനും അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ 2 പരീക്ഷകൾ നിർബന്ധമായിട്ടും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എഴുതിയിട്ടില്ലെങ്കിൽ ഏത് പരീക്ഷയാണോ നിങ്ങൾ എഴുതാത്തത് അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നത് ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാനിപ്പോൾ എഞ്ചിനീയറിംഗിന് അപേക്ഷിച്ചിട്ടില്ല, അതുപോലെ തന്നെ അതായത് എഞ്ചിനീയറിംഗിന് അപേക്ഷിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഫാർമസിക്കും അപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അപേക്ഷിച്ചിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ആണ്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പരീക്ഷയുണ്ടോ എന്നുള്ളത്. അപ്പോൾ പല വിദ്യാർത്ഥികളും പ്രധാനമായിട്ടും ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആ ഒരു വിദ്യാർത്ഥികൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മെഡിക്കൽ കോഴ്സിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു, അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള ഈ ഒരു ഓപ്ഷൻ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീമിൽ പരീക്ഷയിലെ നീറ്റ് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? എന്നാൽ കീമിൻ്റെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മെഡിക്കൽ കോഴ്സുകളിലേക്കും അതുപോലെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കും, അത് മെഡിക്കൽ കോഴ്സിലേക്കും അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുമുള്ള അഡ്മിഷൻ നടത്തുന്നത് നീറ്റ് UG 2025 സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നീറ്റ് UG പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്ന ശേഷം അതിൻ്റെ ആ റിസൾട്ട് ഇത് ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകുകയും പിന്നീട് ആ ഒരു മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള 2 റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 റാങ്ക് ലിസ്റ്റ്, ഒരു റാങ്ക് ലിസ്റ്റ് മെഡിക്കൽ കോഴ്സുകളിലേക്കും ഒരു റാങ്ക് ലിസ്റ്റ് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുമുള്ള പ്രവേശനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 റാങ്ക് ലിസ്റ്റും തയ്യാറാക്കുന്നത് നീറ്റ് UG 2025 ആ ഒരു സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാതെ ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക്, അതായത് ഒരു വിദ്യാർത്ഥി പറഞ്ഞതായിരുന്നു ആ ഒരു വിദ്യാർത്ഥിയുടെ സുഹൃത്തിന് അതായത് നീറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തേക്ക് അപേക്ഷ കഴിഞ്ഞിരുന്നു. എന്നാൽ കേരളത്തിലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവർക്ക് ഈ ഒരു അഡ്മിഷൻ കിട്ടുമോ, അതായത് ഈ ഒരു നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നീറ്റ് പരീക്ഷയുടെ ആപ്ലിക്കേഷനൊക്കെ അവസാനിച്ചത് കൊണ്ട് തന്നെ ഇനി വീണ്ടും നീറ്റ് പരീക്ഷ എഴുതാനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഈ വർഷം സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അടുത്ത വർഷത്തേക്ക് വീണ്ടും നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നീറ്റ് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യുകയും അതോടൊപ്പം കീമിൻ്റെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. നിലവിൽ വിദ്യാർത്ഥികൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് മാത്രമേ ഓപ്ഷൻ നൽകിയിട്ടുള്ളൂ. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സിലേക്ക് ഓപ്ഷൻ സമർപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നീറ്റ് 2025 രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് അറിയാം, കേരളത്തിലെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നീറ്റ് UG 2025 പരീക്ഷയുടെ സ്കോർ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സ്കോർ നിങ്ങൾക്ക് നീറ്റ് പരീക്ഷ എഴുതാതെ കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ കീമിൽ നിങ്ങൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് മാത്രം ഓപ്ഷൻ നൽകിയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, റീഫണ്ട് കിട്ടുമോ എന്നുള്ളത്. റീഫണ്ട് കിട്ടാനുള്ള സാധ്യത, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് റീഫണ്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ CE ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് വിദ്യാർത്ഥികളുടെ ഈ ഒരു അഡ്മിഷനായിട്ട് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് നീറ്റ് UG 2025 പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ കേരളത്തിലെ കീമിന് ആ ഒരു കോഴ്സിന് മാത്രമേ ഓപ്ഷൻ നൽകിയിട്ടുള്ളൂ എങ്കിൽ പ്രത്യേകിച്ച് പ്രയോജനം ഇല്ല. നിങ്ങൾ അടുത്ത വർഷം ഈ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് വീണ്ടും രജിസ്ട്രേഷൻ ചെയ്ത് കീമിലും കൂടി രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ആർക്കിടെക്ചർ കോഴ്സ്. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സ് അല്ലെങ്കിൽ BArch കോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്ക്, അതായത് ആർക്കിടെക്ചർ കോഴ്സിലേക്ക് നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് പല വിദ്യാർത്ഥികളും ഈ ഒരു കീം പരീക്ഷയുടെ
അതായത് ആർക്കിടെക്ചർ കോഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള പല വിദ്യാർത്ഥികളും നാറ്റ പരീക്ഷയുടെ യോഗ്യതയ്ക്ക് വേണ്ടി നാറ്റയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നാറ്റ എന്ന് പറയുമ്പോൾ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന പരീക്ഷയാണ് നാറ്റ എന്ന് പറയുന്നത്, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയുടെ രജിസ്ട്രേഷൻ natta.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ടാണ് പരീക്ഷ ഉള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സെഷൻ, അതുപോലെ തന്നെ ശനിയാഴ്ച രാവിലെയുള്ള ഒരു സെഷൻ, അതുപോലെ തന്നെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള മറ്റൊരു സെഷൻ, ഇങ്ങനെ ടോട്ടൽ 3 സെഷനുകളായിട്ട് എല്ലാ ആഴ്ചയും പരീക്ഷ, അതായത് നാറ്റ പരീക്ഷ നടക്കുന്നുണ്ട്. ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത് വെള്ളിയാഴ്ചത്തെ സെഷൻ്റെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ചയും, അതുപോലെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഏകദേശം ബുധനാഴ്ചയുമാണ് കിട്ടുക. അതുപോലെ തന്നെ ശനിയാഴ്ചത്തെ 2 സെഷനുകളിലേക്കുള്ള രജിസ്ട്രേഷൻ ചൊവ്വാഴ്ചയാണ് നടക്കുക. അതുപോലെ വ്യാഴാഴ്ചയാണ് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ നാറ്റ, അതായത് BArch അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സിന് ഓപ്ഷൻ സമർപ്പിച്ച വിദ്യാർത്ഥികൾ നാറ്റ പരീക്ഷ ക്വാളിഫൈ ആയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് 3 തവണ മാത്രമേ നാറ്റ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കീമിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫാർമസിക്കും 2 സെപ്പറേറ്റ് പരീക്ഷകളാണ്. അപ്പോൾ ആ ഒരു പരീക്ഷകളിൽ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ ആ ഒരു എഴുതാത്ത പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് കീമിന് അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ നീറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ മറ്റ് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് അതുവഴി പ്രവേശനം നേടാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുകയും എന്നാൽ നീറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയും അതിന് പകരം നിങ്ങൾ കീമിൻ്റെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് മാത്രമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമുണ്ടാവില്ല. കാരണം കേരളത്തിലെ കീം വഴിയുള്ള മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനം നടത്തുന്നത് നീറ്റ് UGയുടെ സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നീറ്റ് UG 2025 രജിസ്ട്രേഷൻ ചെയ്യാതെ കീമിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് മാത്രം ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഉൾപ്പെടാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യാതെയുള്ള മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള കീമിൻ്റെ ഓപ്ഷൻ സമർപ്പിച്ചതുകൊണ്ട് പ്രയോജനം ഇല്ല എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഫീസ് റീഫണ്ട്, ആപ്ലിക്കേഷൻ ഫീസ് സാധാരണത്തിൽ റീഫണ്ട് കൊടുക്കാറില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ CEയുടെ ഓഫീസിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ വെബ്സൈറ്റിൽ തന്നെ കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസിൽ, അതായത് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കിടെക്ചർ കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ നാറ്റ എക്സാമിനേഷനാണ് ക്വാളിഫൈ ചെയ്യേണ്ടത്. നാറ്റയുടെ സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് കീമിൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ അഡ്മിഷൻ നൽകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാറ്റ പരീക്ഷ ഇതുവരെ എഴുതിയിട്ടില്ലെങ്കിൽ, അതായത് ആഴ്ചയിൽ ഏകദേശം 2 ദിവസം വെച്ച് പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ ജനുവരി അല്ല, ജൂൺ 28 വരെയാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം വെച്ച് പരീക്ഷ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും സെഷൻ അല്ലെങ്കിൽ 3 സെഷനുകളിലായിട്ട് നിങ്ങൾക്ക് ആകെ പരീക്ഷ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി കോഴ്സിലേക്കുള്ള ഓപ്ഷൻ സമർപ്പിച്ച വിദ്യാർത്ഥികൾ, അതായത് കോഴ്സിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ CE ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പരിഹരിച്ച് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കേരളത്തിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷനായിട്ട് വിദ്യാർത്ഥികൾ ഓപ്ഷൻ സമർപ്പിച്ചിട്ടുണ്ടാകും. അത് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ കോഴ്സ് സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് യാതൊരുവിധ പ്രയോജനം അതുകൊണ്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നീറ്റ് UG രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് മറ്റൊരു പരീക്ഷകളും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അടുത്ത വർഷം നിങ്ങൾ നീറ്റ് UG 2026 രജിസ്ട്രേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ കീമിൻ്റെ 2026 രജിസ്ട്രേഷനിൽ നിങ്ങൾ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ഓപ്ഷൻസ് ആയിട്ട് നൽകാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.